ഹോം സ്റ്റേയുടെ മറവിൽ റിസോർട്ടിൽ പാതിരാത്രി മദ്യസൽക്കാരവും. തലശ്ശേരിക്കടുത്ത് കൊളശ്ശേരിയിലെ ഏങ്കർ റിസോർട്ടിനെ കുറിച്ച് നാട്ടാരും പരിസരവാസികളും പരാതി ഉന്നയിച്ച് രംഗത്ത്. 2 ദിവസങ്ങൾക്ക് മുൻപ് തലശ്ശേരിയിൽ പാർട്ടി പ്രവർത്തകരെ വെല്ലുവിളിച്ച് പോലീസിന്റെ മദ്യസൽക്കാരം നടന്നിരുന്നതായും മദ്യലഹരിയിൽ എത്തിയ പോലീസുകാരൻ കാർ ഓടിച്ച് ബ്രാഞ്ച് സെക്രട്ടറിയുടെ ബൈക്ക് തന്നെ അടിച്ചു തെറിപ്പിച്ചുവെന്നും വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. പാലയാട് സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥന്റെ റിട്ടയർമെന്റ് പാർട്ടിയിൽ ഇയാളുടെ ബാച്ചുകാരും സഹപ്രവർത്തകരും തകർത്താടിയപ്പോൾ നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് മദ്യലഹരിയിലായ പോലീസ് ഉദ്യോഗസ്ഥൻ സഹപ്രവർത്തകരെ ഒഴിവാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നമുക്ക് നാളെ ഇവർ ഇവിടെ എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞുകൊണ്ട് നമുക്ക് തെളിവുണ്ടാവും. ഇവരെ ഇത് മയച്ചാളില്ല, ഇവർ CCTV നിങ്ങൾക്ക് അറിയില്ലേ? ലോഡ്ജല്ലേ ഇത്? ലോഡ്ജിന്റെ ലൈസൻസ് അല്ലേ? അതിനിടയിൽ അവിടെയുള്ള ബ്രാഞ്ച് സെക്രട്ടറിയുടെ വാഹനം അടിച്ചു തെറിപ്പിക്കുകയും കടന്നുകളയുകയും ചെയ്തു. ഈ സംഭവം നടക്കുന്ന വിവരം പറയാൻ തലശ്ശേരി പോലീസിൽ നാട്ടുകാർ വിളിച്ചു. റിട്ടയർമെന്റ് പാർട്ടിക്ക് പോയി എന്നായിരുന്നു GDയുടെ മറുപടി. ഹോം സ്റ്റേയുടെ മറവിൽ റിസോർട്ട് നടത്തുന്ന ഈ സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികളാണ് ഉയരുന്നത്. റിസോർട്ടിന് മുന്നിൽ വീണ്ടും നാട്ടുകാരും റിസോർട്ട് നടത്തിപ്പുകാരും തമ്മിൽ കഴിഞ്ഞ ദിവസം സംഘർഷം നടന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നാട്ടുകാർ റിസോർട്ടിൽ നടത്തിയ ബർത്ത്ഡേ ആഘോഷത്തെ ചോദ്യം ചെയ്തത്. ഇതേ തുടർന്ന് നടത്തിപ്പുകാരുമായി വാക്കേറ്റവും ഉണ്ടായി. ഒടുവിൽ പോലീസ് എത്തിയാണ് സ്ഥിതി നിയന്ത്രിച്ചത്. ഈ വിഷയം നേരിട്ട് കണ്ട ഒരു നാട്ടുകാരൻ നൽകുന്ന വിവരങ്ങളിലേക്ക്. തലശ്ശേരി ഒരു റിസോർട്ട് സംബന്ധിച്ചുമായിട്ടുള്ള പ്രശ്നമാണ്. റിസോർട്ടിൽ ഇപ്പോൾ ഒരുപാട് കാലങ്ങളായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവിടെ നമ്മൾ പരാതി കൊടുത്തു. തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. തലശ്ശേരി പോലീസ് തന്നെ ആ റിസോർട്ട് വാങ്ങുകയും അവിടെ വന്നിട്ട് സൽക്കാര പരിപാടി നടത്തുകയും അവരുമായി വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്ഥിരമായിട്ടും ഉണ്ടാകുന്നതാണ്. അതിന് നമുക്കൊരു നടപടി വേണം. നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ റിസോർട്ട് കാരണം ഒരുപാട് പരാതികൾ നമ്മൾ കൊടുത്തിട്ടുമുണ്ട്. യാതൊരു നടപടിയും മുനിസിപ്പാലിറ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല, തലശ്ശേരി പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകുന്നില്ല. പോലീസ് ഒരു നടപടി എടുക്കുന്നില്ല. പോലീസ് ശരിയായ ഒരു നടപടിയിലേക്ക് പോലീസ് ഇതുവരെ എടുക്കുന്നില്ല. അതാണ് എനിക്ക് അഭിപ്രായമുള്ളത്. പോലീസ് ശരിയായ നടപടി എപ്പോൾ പോലീസുകാർ വരിക, അവിടെ വരിക, അത് അവരോട് ചോദിച്ചറിയുക, അവരോടൊന്നും പറയാതെ അവർ ഇനിയും പോവുക. ഇത് സ്ഥിരമായി ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരാണ്. ഇപ്പോൾ നാട്ടുകാരോട് സംഘടിച്ചിട്ടാണ്, നാട്ടുകാരാണ് ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തുന്നത്. നാട്ടുകാരിൽ അങ്ങനെ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെ വേറൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഒന്നിച്ചിട്ട് ഒരു ജനകീയ പ്രശ്നമായിട്ടാണ് ഇതിനെ കൈകൊണ്ടിട്ടാണ് ഇതുവരെ ജനകീയമായില്ല സംഘടിച്ചുകൊണ്ട് തന്നെ ഒത്തുശേഖരണം എല്ലാം നടത്തിയാണ് നമ്മളെല്ലാ അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2-3 ദിവസങ്ങളെ തുടർച്ചയായി അവിടെ പരിപാടി എടുക്കുകയും നമ്മൾ പോലീസിൽ അറിയിക്കുകയും പോലീസ് വന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് ഇത് ശരിയാക്കി സംസാരിക്കാം, നമുക്ക് ഇത് തീരുമാനമാക്കാന്ന് പറഞ്ഞ് പോലീസ് പോകാല്ലാണ്ട് പോലീസ് പിന്നെ ഒരു നടപടി എടുത്തതായി കാണുന്നില്ല. പോലീസ് അങ്ങനത്തെ യാതൊരു വ്യക്തമായ നടപടി തരുന്നില്ല. ഇത് ലോഡ്ജാണോ റിസോർട്ടാണോ എന്നോ ഒന്നിൽ ഒരു വ്യക്തമായ നടപടി അവരുടെ നിയമവശമായിട്ട് അവരോട് നടപടി എടുക്കാൻ പറഞ്ഞിട്ട് അവരത് ചെയ്യുന്നില്ല. റിസോർട്ടിന്റെ ഉടമ ഇവിടെ തന്നെയുള്ള കാമ്പാത്തിലൊരു സ്വദേശി തന്നെയാണ്. അതൊക്കെ ആളെ പേരൊക്കെ അറിയാം. സതീശൻ എന്ന ഒരാളെ ഉടമസ്ഥയിലുള്ളതാണ്. അദ്ദേഹം അവിടെ സ്ഥിരമായി വരുന്നുണ്ട്. അദ്ദേഹത്തോടും ഒരുപാട് കാലങ്ങളായി ഈ റിസോർട്ടിനെതിരെ നമ്മൾ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ രാത്രികാലങ്ങളിൽ പ്രായമുള്ളവരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, പഠിക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ എല്ലാം ഒരു പരാതിയായിട്ട് രേഖാമൂലം തന്നെ നമ്മളെല്ലാം അറിയിക്കേണ്ട എല്ലാ സ്ഥലങ്ങളിലും അറിയിച്ചിട്ടുണ്ട്.